ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്നെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതായ കാര്യം ബൈബിൾ ബേസ്ഡായിട്ട് പഴയ നിയമത്തിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. എന്നാലും കഥയല്ല, അത് ശരിക്കുമുള്ള സംഭവം തന്നെയാണ്. അത് സമകാലീനമായ ചില കാര്യങ്ങളോട് റിലേറ്റഡായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ നിന്നും പറയാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നു അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ കുറിച്ച്. ഇസഹാക്കിൻ്റെ ഭാര്യ റെബേക്ക, അവർക്ക് വർഷങ്ങളോളം മക്കളില്ലായിരുന്നു. അതായത് ഇസഹാക്കിൻ്റെ 40ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. 60 വയസ്സായിട്ടോ അവരുടെ മക്കളില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് 25 ഉൽപ്പത്തി 25-ൻ്റെ 21 നമ്മളിങ്ങനെ വായിക്കുന്നു. തൻ്റെ ഭാര്യ മച്ചിയായതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റെബേക്ക ഗർഭം ധരിച്ചു. അങ്ങനെ നമ്മൾ കാണുന്നു. അപ്പോൾ റെബേക്കയ്ക്ക് ട്വിൻസ് ബേബീസാണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് അവളുടെ കുട്ടി ഉദരത്തിലുള്ളപ്പോൾ തന്നെ അവർ ഓരോരുത്തർ തിക്കുന്നതായിട്ടും അങ്ങനെ അവർ ഇരട്ട കുട്ടികളെ കാലം തികഞ്ഞപ്പോൾ പ്രസവിക്കുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തവന് രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ അവൻ്റെ ദേഹം മുഴുവൻ രോമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ ഏശാവ് എന്ന് പേരിടുന്നു. രണ്ടാമത്തവന് യാക്കോബ് എന്നും പേര് വിളിച്ചു. അവന് സഹോദരൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ്, കാലെ പിടിച്ചുകൊണ്ടാണ് ജനിച്ച് വരുമ്പം തന്നെ കുതികാലെ പിടിച്ചുകൊണ്ടാണ് വെളിയിൽ വന്നത്. അവന് വന്നിട്ട് യാക്കോബ് എന്നും പേരിട്ടു. ഇസഹാക്കിനപ്പോൾ 60 വയസ്സ് ആയിരുന്നു എന്നുള്ളതാണ് അവൾ പ്രസവിക്കുമ്പോൾ, മക്കളെ പ്രസവിക്കുക. അത് കഴിഞ്ഞ് കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടക്കാരനും സമർത്ഥനും വനസഞ്ചാരിയും ആയിരുന്നു. യാക്കോബ് വന്ന് സാധുശീലനും കൂടാരവാസിയായിട്ട് വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ രണ്ടുപേരും 2 ക്യാരക്ടറായിരുന്നു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു റെബേക്ക, അതായത് അവരുടെ അമ്മ വന്നിട്ട് യാക്കോബിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നെന്നും അതുപോലെ പിതാവ് വന്ന് ഏശാവിനോട് കുറച്ച് അടുപ്പമുണ്ടായിരുന്നെന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ എണ്ണം വളരെ കുറവുള്ള കുടുംബങ്ങളാണല്ലോ. ഇപ്പോൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലീസാണ്. 1-2 പിള്ളേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 കുട്ടികളുള്ളപ്പോൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കുക, ഒരാളെ കുറച്ച് ഇഗ്നോർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് അവരുടെ മനസ്സിന് പ്രയാസങ്ങളുണ്ടാക്കുന്നതായിട്ട്, അവർക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മക്കളെ വന്ന് കളറിൻ്റെ വിഷയത്തിലോ അല്ലെ അവരുടെ സാമർഥ്യമോ അവരുടെ പഠിപ്പ്, ബുദ്ധിശാലി, അതുപോലെ സൗന്ദര്യം എല്ലാം നോക്കിയിട്ട് അവരെ വേർതിരിച്ച് കാണുന്നത് വളരെ തെറ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കൂടുതൽ മക്കളുള്ള കാലം പോലെയല്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരോടൊരുത്തർ അറിയുകയും ചെയ്യും, കാണുകയും ചെയ്യും. അവരെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും തന്നെ. അതുകൊണ്ട് മക്കളെ കമ്പയർ ചെയ്യാതെയും അല്ലെങ്കിൽ ഓരോരുത്തരോടൊരുത്തരുടെ പക്ഷപാതം കാണിക്കാതെ ഇരിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രത്യേകം പറയുന്നു. പ്രത്യേകിച്ച് വന്നിട്ട് അമ്മമാർ വ്യത്യാസം കാണിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്കധികം ഹേർട്ടാവും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കഥയിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ പിതാവായ ഇസഹാക്കിന് പ്രായമായി. അദ്ദേഹം ഓൾമോസ്റ്റ് വൃദ്ധനായി. പുള്ളിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ അപ്പന് കണ്ണ് കാണാതെയായി, കാഴ്ച കുറഞ്ഞു, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, അങ്ങനെ കിടപ്പായി. അപ്പോൾ മൂത്ത മകനായ ഏശാവിനെ വിളിച്ചിട്ട് പുള്ളിയുടെ ആഗ്രഹം പറയുന്നു. വേട്ട ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. വേട്ടക്കാരനും സമർത്ഥനും ഒക്കെ ആയ ഏശാവിനാണല്ലോ അതൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം മകനോട് പറഞ്ഞത്. തന്നെയല്ല, അവന് ജ്യേഷ്ഠാവകാശമുണ്ട്. അപ്പോൾ അവൻ്റെ ജ്യേഷ്ഠാവകാശം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു. ആ കാര്യം നമുക്കറിയാമല്ലോ. അതായത് ഒരു പാത്രം പയർ പായസത്തിന് വേണ്ടിയിട്ട് അവന് ജ്യേഷ്ഠാവകാശം വിറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും അതും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിപ്പീരിൽ കൂടെ അല്ലെങ്കിൽ ഒരു വഞ്ചനയിൽ കൂടെയാണ് അവൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുന്നത്.
അത് കഴിഞ്ഞ് ഈ പിതാവായ ഇസ്ഹാക്കിന് വേട്ടയിറച്ചി കൊണ്ടുവരാനായിട്ട് ഏശാവ് വേട്ടയ്ക്ക് പോയി അവനെല്ലാം റെഡിയാക്കുന്നതിനുള്ളിൽ അവരുടെ അമ്മയായ റെബേക്ക വന്നിട്ട് ഇസ്ഹാക്കിന് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളത് യാക്കോബിനോട് പറയുകയും അമ്മയുടെ സഹായത്തോടു കൂടി അവർ ആടിനെ ഒക്കെ റെഡിയാക്കി വീട്ടിൽ തന്നെ വേട്ടയ്ക്ക് പകരം വീട്ടിലെ മൃഗത്തിനെ തന്നെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി മകന് വന്നിട്ട് ശരീരത്തിൽ ഏശാവിന് രോമം നിറയെ ഉള്ളതുകൊണ്ട് അവന് ആണെന്ന് ഫീൽ ചെയ്യുന്ന പോലെ ഇവനൊരു അതുപോലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ കബളിപ്പിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു വസ്ത്രം ധരിച്ച്, അതായത് അപ്പന് കണ്ണ് കാണത്തില്ല, അപ്പൻ തൊട്ട് നോക്കിയാൽ അവൻ്റെ ശരീരത്ത് വന്നിട്ട് ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് അത് രോമമാണെന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ അവർ അവരുടെ പിതാവിനെ അമ്മയുടെ സഹായത്തോടു കൂടി രണ്ടാമത്തെ മകന് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പ എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിൻ്റെ മകൻ, നിൻ്റെ ആദിജാതൻ ഏശാവെന്ന് പറഞ്ഞ്, അപ്പോൾ ഇസ്ഹാക്ക് വന്നിട്ട് ഏറ്റവും നടുങ്ങിയെന്നാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് 33-ാം വാക്യത്തിൽ. അതായത് ഉൽപ്പത്തി 27:33 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദിജാതൻ ഏശാവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇസ്ഹാക്ക് അത്യന്തം നടുങ്ങി. എന്നാൽ വേട്ട തേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആര്? നീ വരും മുമ്പേ ഞാൻ സകലവും തിന്നുമല്ലോ എന്ന് പറഞ്ഞു. അതായത് ഈ മകൻ വന്നിട്ട് ഇളയ മകനെ കബളിപ്പിച്ച് മൂത്തവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്ത് പോയി കഴിഞ്ഞാണ് മൂത്ത മകന് വിഷമവുമായിട്ട് വരുന്നത്. അപ്പോഴവൻ്റെ വിഷമവും പ്രയാസമൊക്കെ അതൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ സമയമില്ല. അതുകൊണ്ട് യാക്കോബിൻ്റെ കാര്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പോൾ ഇവന് ജ്യേഷ്ഠന് വന്നിട്ട് വളരെയധികം പ്രയാസമായിട്ട്, അപ്പോൾ അവൻ 2 പ്രാവശ്യം അവനെന്നെ ചതിച്ചു, അവനെൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു, ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹവും അപഹരിച്ച് കളഞ്ഞു എന്നവൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിൽ അവന് ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാനിവനെ വെറുതെ വിട്ടേക്കത്തില്ല, ഞാനിവനെ എൻ്റെ അനുജനെ ഞാൻ തീർച്ചയായിട്ടും അവന് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവൻ മനസ്സിൽ ഓർത്തപ്പോൾ അവന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കൂടാരത്തിലേക്ക് പോകാതിരുന്നു. അപ്പോഴവൻ്റെ അമ്മയ്ക്ക് വിവരം മനസ്സിലായിട്ട് യാക്കോബിനോട് പറഞ്ഞ്, നിൻ്റെ സഹോദരൻ വന്നിട്ട് അവൻ്റെ ക്രോധം ശമിക്കുകയുള്ളൂ, നീ വന്നിട്ട് എൻ്റെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിൽ പോയി താമസിക്കാൻ പറയുന്നു. അങ്ങനെ യാക്കോബ് വന്നിട്ട് അവിടുന്ന് യാത്രയാകണം. അപ്പോഴവൻ്റെ അപ്പനോട് യാത്ര പറയുമ്പോൾ അപ്പൻ ഒരു കാര്യം മാത്രം പറയുന്നുണ്ട്, നീ വന്നിട്ട് ഈ നാട്ടിലെ ഈ ഹിത്യ സ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നു. അതായത് യഹൂദരല്ലാത്തവരിൽ വിവാഹം കഴിക്കില്ലെന്നുള്ള ഒരു കാര്യം മാത്രം പറയുന്നു. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ കാണുന്ന 28-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഈ യാക്കോബ് വന്നിട്ട് ബേർഷേബ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഹാരാനിലേക്ക് പോയി എന്ന് കാണുന്നു. അപ്പോൾ അവന് യാത്രയിൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോഴേ നടന്നാണ് പോകുന്നത്. ഒരു കാട്ടിൽ സൂര്യൻ അസ്തമിക്കാറായപ്പോൾ അവിടെ ഒരു കാട് പോലുള്ള സ്ഥലത്തെത്തി. അവിടെ അവൻ രാപാർത്തു. അപ്പോൾ ആ സ്ഥലത്തെ കല്ലുകളിലൊന്നെടുത്ത് അവൻ തലേണയായിട്ട് വെക്കുന്നു. അത്രയും സൗകര്യത്തിലും സുഖസമൃദ്ധിയിലൊക്കെ ജീവിച്ചിരുന്ന ഒരു യൗവനക്കാരന് ഒരു കാട്ടിലൊരു ഒറ്റയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരു കിടക്കാൻ തറയിൽ കല്ലെടുത്ത് തലേണയാക്കി വെച്ച് അവന് ഉറങ്ങുകയാണ്. ആ സമയത്ത് അവന് ഒരു സ്വപ്നം കാണുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് 12-ാം വാക്യത്തിൽ 28:12 അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്യുന്നവനോട്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും ആയ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും.
നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും എന്ന് യഹോവയായ ദൈവം പറയുകയാണ്. അതായത് യാക്കോബിനോടാണ് പറയുന്നത്. യാക്കോബ് അപ്പോൾ ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞ് യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി, അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് അവിടെ നിന്ന് ഒരു നേർച്ച തരികയാണ്. അപ്പോൾ ഈ ജ്യേഷ്ഠനെയും അപ്പനെയും വഞ്ചിച്ച് നാട് വിട്ടു പോകുന്ന, ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒളിച്ചോടുന്ന മകനെ വഴിക്ക് വെച്ച് ദൈവം കാണുകയും ദൈവത്തിൻ്റെ അരുളപ്പാടും ദൈവത്തിൻ്റെ അവനോട് അവനെ അനുഗ്രഹിക്കുമെന്നുള്ള പ്രോമിസും ആ രാജ്യത്തേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുമെന്നും ഒക്കെയും ദൈവം പ്രോമിസ് ചെയ്യുകയാണ്. പ്രോമിസ് ചെയ്തുകൊണ്ട് രാവിലെ അവൻ ഉണർന്നപ്പോൾ ഇത് ഇവിടെ ദൈവം ഉണ്ടെന്നുള്ള, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പിന്നീട് അവന് ആ സ്ഥലത്തിന് ബഥേലെന്ന് പേര് വെച്ച് ദൈവത്തിന് അവിടെ ഒരു നേർച്ച കഴിക്കുകയാണ്. അപ്പോൾ അവനൊരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് ഒരു നേർച്ച നേരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ബെർഷെബയിൽ നിന്ന് ഹാരാനിലേക്ക് പോകുമ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം വന്നിട്ട് അവനൊരു പ്രോമിസ് കൊടുക്കുന്നു. അവൻ അധികാലത്ത് എഴുന്നേൽക്കുന്നു, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നു. ആ സ്ഥലത്തിന് വന്നിട്ട് അവനൊരു പേര് വെക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റി ദൈവത്തിൻ്റെ ആലയം എന്നുള്ള, ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ഭവൻ എന്നുള്ള പേരിൽ ബഥേൽ എന്ന പേര് വെക്കുന്നു. അത് കഴിഞ്ഞ് അവന് ഒരു നേർച്ച നേരുകയാണ് ദൈവത്തിന്. അതായത് അവൻ ചോദിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 28-ാം അധ്യായം 22-ാം വാക്യത്തിലാണ് അത്. അതിന് ശേഷമാണ് കാര്യങ്ങൾ പറയുന്നത്. 20 മുതൽ 21 വാക്യങ്ങളിൽ അവൻ്റെ നേർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് അവന് ഒന്നാമതായിട്ട് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസൻസ് അവൻ്റെ കൂടെ പോകണമെന്നാണ്. രണ്ടാമതായിട്ട് അവന് ചോദിക്കുന്ന അവൻ്റെ സുരക്ഷിതത്വം, അവനെ കാക്കണം, ദൈവം അവനെ കാക്കണം, അവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അവൻ ചോദിക്കുന്നു. മൂന്നാമതായിട്ട് അവന് ആഹാരത്തിന് വേണ്ടി ചോദിക്കുന്നു. നാലാമതായിട്ട് അവന് വസ്ത്രത്തിന് വേണ്ടി ചോദിക്കുന്നു. അഞ്ചാമതായിട്ട് അവൻ്റെ റിട്ടേൺ ജേർണി, സേഫ് റിട്ടേൺ ആയിട്ട് അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തിരിച്ചു വരുവാനായിട്ട് ഉള്ള ആ ഒരു റിട്ടേൺ ജേർണിയും സേഫാക്കി കൊടുക്കണമെന്നാണ് അവൻ നേർച്ച തരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ അവിടെ ദൈവത്തിന് ഒരാലയം പണിയുമെന്നും അവൻ ദൈവത്തിന് വന്നിട്ട് അവൻ്റെ സകലത്തിലും ദശാംശം കൊടുക്കുമെന്നും നേർച്ച തരുന്നു. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ മനുഷ്യനെല്ലാം ഉണ്ടായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കഷ്ടത്തിൽ, അതായത് അവന് ആരുമില്ലാതെ ഒറ്റയ്ക്കായപ്പോഴാണ് ദൈവം അവനെ പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ അവൻ ഒറ്റയ്ക്കായപ്പോഴാണ് അവൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. അതിന് മുമ്പ് അവന് ഈ ലോകത്തിലുള്ള അതൊക്കെ വഞ്ചിച്ചെടുത്ത് സ്വത്തുണ്ടാക്കി അതിലൊക്കെ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അതൊന്നും നടന്നില്ലെന്നുള്ളതാണ്. പിന്നീട് എന്താണ് അവൻ ചോദിക്കുന്നത്, ദൈവത്തോട് ചോദിക്കുന്നത്, നീ എന്നോടുകൂടെ ഇരിക്കുകയും പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ ഞാനിതൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. ആ കല്ല്, അവൻ നാട്ടിയ കല്ലിൻ്റെ അവിടെ ഒരു ദൈവത്തിൻ്റെ ആലയം പണിയും. അതുപോലെ തന്നെ അവൻ എല്ലാത്തിനും ദശാംശം കൊടുക്കുമെന്ന് ദൈവത്തിന് മുമ്പാകെ ഒരു നേർച്ച നേരുന്നു. നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ളത് എന്താണ്? എല്ലാ സുഖസൗകര്യങ്ങളുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ കാശുണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ എന്തൊക്കെ വക്രബുദ്ധി ഉപയോഗിച്ചാലും വേണ്ടില്ല, എനിക്ക് കുറച്ചുകൂടെ ഇരിക്കട്ടെ, അല്ലെ എനിക്ക് കുറച്ചുകൂടെ കിട്ടട്ടെ എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ മയങ്ങി പോകുന്നു.
തന്നെയല്ല ഈ മറ്റുള്ളവർക്ക് എന്താ വിഷമം ഉണ്ടാകുന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. തന്നെയല്ല ഒറ്റയ്ക്കാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസ് മനസ്സിലാക്കുന്നതും ദൈവവുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത്, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, അതുപോലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഇതൊക്കെയും നമ്മളുടെ ജീവിതത്തിലും ഇതൊക്കെയും ഈ പോയിൻ്റുകളൊക്കെയും ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. ദൈവം നമ്മളെ കാക്കാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ സകലത്തിലും മതിയായ ദൈവം നമുക്ക് കൂടെ ഇരിക്കട്ടെ, നമുക്ക് തുണയായിരിക്കട്ടെ, നമുക്ക് കാവലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ബൈ ടു ഓൾ. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ.